വെയിറ്റ് ആരാ വരികയെന്ന് വെയിറ്റ് ചെയ്ത് കണ്ടോളൂ. CPM നേതാക്കന്മാർക്ക് BJPക്കെതിരെ ഒന്നും പറയണ്ട. BJP സ്ഥാനാർത്ഥിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഒരു CPM നേതാവിന്റെ നിങ്ങൾ ഇവിടെ കാണിക്കും. പാലക്കാട് മണ്ഡലത്തിന്റെ ഗ്രാമീണ മേഖലയിലൂടെയാണ് രമേശ് പിഷാരടിയുടെ പര്യടനം തുടരുന്നത്. ഷാഫി പറമ്പിൽ ഈ പര്യടനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. പിഷാരടി നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ മൊത്തം ഗ്രാമം അങ്ങ് ഇളക്കി മറിക്കുകയാണല്ലേ? അതെ, നമ്മൾ ഇവിടെ കണ്ണാടി, മാത്തൂര് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ നമ്മൾ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ട്. ഇന്നിപ്പോ ഇവിടെ പ്രധാനമന്ത്രി വന്നിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒന്നും ഇവിടെ ഷെഡ്യൂളിലില്ല. ഷാഫിയെ പോലെ ആളെ കൂട്ടുന്ന നേതാക്കൾ മതി എന്നാണ്. അതവിടെ പറയും. നമ്മള് തെരഞ്ഞെടുപ്പ് ആയില്ലല്ലോ, നിങ്ങൾ ഇല്ല, ഷെഡ്യൂൾ ഇല്ല എന്നൊക്കെ അങ്ങനെ നേരത്തെ പറയല്ലേ. പണ്ട് സന്ദീപ് വാര്യർക്ക് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ വെയിറ്റ് ആൻഡ് സീ. അതെ, അതായത് ഈ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ദേശീയ നേതാവാണെന്നില്ല, ആളെ കൂട്ടിയാൽ മതി. അങ്ങനത്തെ ആളെ കൂട്ടുന്ന നേതാക്കൾ ഉണ്ടാവും. വെയിറ്റ് ആൻഡ് സീ, ആരാ വരികയെന്ന് വെയിറ്റ് ചെയ്ത് കണ്ടോളൂ. അപ്പൊ പാലക്കാടിന് വലിയൊരു സർപ്രൈസ് ഉണ്ടാവും. നമുക്ക് നമുക്ക് എതിര് പറയാൻ ആര് വരുന്നു എന്നുള്ളതിനേക്കാൾ നമ്മുടെ ഒപ്പം ആരുണ്ട് എന്നുള്ളതിനാണ് വലിയ പ്രയോജനം. നമ്മുടെ കൂടെയുള്ള ജനങ്ങളാണ്, ഈ ജനാവലി മുഴുവൻ അതിന് വലിയ സാക്ഷ്യമാണല്ലോ. ജനങ്ങൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ഒപ്പം നിൽക്കുന്നത് എന്നുള്ളത് വലിയ കാര്യമാണ്. ഷാഫി, ഇപ്പോ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഈ നിലവിലുള്ള MLA-യുടെ ഈ പീഡന പരാതിയും ഒരു കൗൺസിലറുടെ പരാതി അടക്കമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ആലോചിച്ച് നോക്കുക, ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്നതാണ് ഒരു കൗൺസിലറുടെ കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രിക്ക് ഇവിടെ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു BJP നേതാവിന് പ്രധാനമന്ത്രിക്ക് പരിചയമുണ്ടോ എന്തോ? റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്തിരുന്ന ഒരാളെ ഈ നാടിന് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയ സഹോദരിമാരുൾപ്പെടെയുള്ളവർ അത് ഞങ്ങൾ പുഴയിലൊഴുക്കി കളയേണ്ടി വരുമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്നിട്ട് പാലക്കാട്ടെ കൗൺസിലറുടെ കാര്യമാണോ പ്രധാനമന്ത്രി പറയേണ്ടത്? MLA ആണെങ്കിലും ഇപ്പോൾ ആ MLA ഇത്തവണ മത്സരിക്കാത്ത പാർട്ടി ഒരു തീരുമാനം എടുത്തില്ലേ? ഇത്തവണ പാലക്കാട് മത്സരിക്കുന്നത് ആ MLA അല്ലല്ലോ. ഈ പുതിയ പരാതിയിൽ ഷാഫിയുടെയും ശ്രീകണ്ഠൻ MP-യുടെ ഒക്കെ പേര് അവര് ഉന്നയിക്കുന്നുണ്ട്. ആ പരാതി പാലക്കാട്ടുകാർക്ക് എന്ത് നരേന്ദ്രമോദി, പാലക്കാട്ടുകാർക്ക് എന്ത് പിണറായി വിജയൻ, പാലക്കാട്ടുകാർക്ക് ഈ പ്രസ്ഥാനത്തോട് വലിയ ഒരു മമതയുണ്ട്. അതിനപ്പുറത്തേക്ക് പാലക്കാട്ടുകാർക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവിനോട് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവരത് കാണിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, സഖാക്കളാണെങ്കിലും സംഘപരിവാറുകാരനാണെങ്കിലും ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പാലക്കാട്ടെത്തി വലിയ പ്രചരണങ്ങൾ നടത്തി. ആയിക്കോട്ടെ, നടത്തിക്കോട്ടെ, എന്തേലും കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. നരേന്ദ്രമോദിയും ഈ ദേശീയ നേതാക്കളായിട്ടുള്ള സംഘപരിവാറിന്റെ ദേശീയ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളമാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് കേരളമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കേരളത്തിലല്ലേ സുരേഷ് ഗോപി വിജയിച്ച് കയറിയത് എന്ന്? ഇതേ കേരളത്തിലല്ലേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭിച്ചതെന്ന്? അങ്ങനെ ചോദിക്കുന്നവരോട് ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അന്ധരാണ്, നിങ്ങൾ അന്ധന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരാണ്, നിങ്ങൾ അന്ധന്മാരാണ്, നിങ്ങൾ മൂകരാണ്, നിങ്ങൾ ബധിരരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ജനം എന്ന് പറയുന്നത്, ഈ മലയാളിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ജനം എന്ന് പറയുന്നത് പ്രബുദ്ധരാണ്. നരേന്ദ്രമോദിയല്ല, ഇനി ആരൊക്കെ വന്ന് കാടിളക്കി പ്രചരണം നടത്തിയാലും. ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇപ്പം ഞാനിത് പറയാൻ കാരണം, പാലക്കാട് ഈ പറയുന്ന രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിക്കുമ്പോൾ അത് പൊളിറ്റിക്കലി എത്രമാത്രം കൃത്യമാകും, അത് സ്യൂട്ടബിൾ ആകും എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. എനിക്ക് ആശങ്ക ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്.
പലർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. പലരും അതിനെ പല രീതിയിൽ മുതലെടുക്കുവാനും ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പാലക്കാട് എത്തിയ രമേശ് പിഷാരടി ഇന്ന് ഈ നിമിഷം വരെ നിലനിൽക്കുന്നത് വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരൊറ്റ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ രമേശ് പിഷാരടി ഉണ്ട് എന്നുള്ളത് അയാൾ തെളിയിച്ചു കൊണ്ട് തന്നെയാണ്. ഇന്ന് പാലക്കാട് രമേശ് പിഷാരടി കാല് കുത്തുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ എല്ലാം കൂടി മൂക്കിൽ വലിച്ചു കയറ്റുമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ പറയുന്ന രമേശ് പിഷാരടി തന്നെ. മറ്റൊന്ന്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഘടകം. ഷാഫി പറമ്പിൽ 3-ാം തവണയാണ് ഇപ്പൊ പാലക്കാട് നിയോജക മണ്ഡലത്തിലെത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ആ മനുഷ്യന് ഓടുകയാണ് നിരന്തരമായിട്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 140 മണ്ഡലങ്ങളിലും അയാൾ എത്തുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ കൊട്ടിക്കലാശം കഴിയുമ്പോഴേക്കും എന്നുള്ളതാ. അയാൾ അങ്ങനെ ഓടുകയാ. ആ ഓട്ടത്തിനിടയിൽ തൻ്റെ പാലക്കാടിനെ അയാൾ മറന്നില്ല. 3-ാം തവണ അയാൾ പാലക്കാട്ടേക്ക് എത്തുകയാ. 3-ാം തവണ. ആദ്യം ഒരു ദിവസം നാമനിർദ്ദേശം പത്രിക കൊടുക്കുന്ന അന്ന്, അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം രമേശ് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ട്, അത് കഴിഞ്ഞ് ഇപ്പോഴിതാ 3-ാം ദിവസം പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ പ്രചരണവുമായിട്ട് രമേശ് പിഷാരടിക്കൊപ്പം അയാൾ എത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ചില ചോദ്യങ്ങളും ചില ആശങ്കകളും ഒക്കെ അങ്ങും ഇങ്ങും മുഴങ്ങിക്കെട്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ സാഹചര്യവും എല്ലാ അന്തരീക്ഷങ്ങളും രമേശ് പിഷാരടിക്ക് അനുകൂലമായി അങ്ങനെ നിൽക്കുക. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, അത് തിരിച്ചറിഞ്ഞ സംഘ് പരിവാരവും സഖാക്കളും ആ CJP ഡീല്, അത് പാലക്കാട് വളരെ കൃത്യമാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് NMR റസാക്കിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ ആ ഡീല് വളരെ കൃത്യമാണ്. അവിടെ ഈ പറയുന്ന രണ്ട് കൂട്ടര് അല്ല, ഈ CJP മുന്നണി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലും, ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയാലും, NMR റസാക്ക് വന്നാലും, AK ബാലനും സുരേഷ് ബാബുവോ ആര് മൈക്കിന് മുന്നിൽ വന്നാലും എല്ലാവരുടെയും ശത്രു ഒരാൾ മാത്രമാണ്. അത് രമേശ് പിഷാരടിയാണ്, അത് കോൺഗ്രസ് ആണ്. അല്ലേ? ആരെങ്കിലും ഇപ്പോൾ CPM-കാരൻ BJP-ക്കെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? BJP-യുടെ ശോഭാ സുരേന്ദ്രൻ CPM-നെതിരെ, ഈ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ, LDF-ന്റെ സ്ഥാനാർത്ഥിയെ NMR റസാക്കിനെ ആക്കണമെന്നുള്ളത് ആരുടെ നിർദ്ദേശമായിരുന്നു നിങ്ങൾക്കറിയാമോ? ആരുടെയാ? അത് വളരെ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെയാ. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, RSS-ഉമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഡീല്, RSS-ഉമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഡീലിൽ BJP-യുടെ ആരുമില്ല. BJP-യുടെ ചില കാര്യങ്ങളൊക്കെ RSS പറയാറുണ്ട്, പക്ഷേ ആ ഡീലിൽ BJP ഇല്ല. RSS-ഉമായിട്ടാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഡീല്. ആ ഡീലിൽ വളരെ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ ചില ആവശ്യങ്ങൾ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മനസ്സിലായില്ലേ? ആ NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുവാനുള്ള ഒരു പൊതു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് CPM-ഉം BJP-യും പാലക്കാട് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ശത്രു രമേശ് പിഷാരടിയാ. രണ്ടുപേരുടെയും ശത്രു കോൺഗ്രസ്സാ. അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പം ഇന്നലെ നരേന്ദ്രമോദി കേരളത്തിൽ വരിക, പാലക്കാട് വരിക, പാലക്കാട് കോട്ട മൈതാനിയിൽ പ്രസംഗിക്കുക. ആ കോട്ട മൈതാനിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആരാ പറയുന്നത്? നരേന്ദ്രമോദിയാണ് പറയുന്നത്. ഏത് നരേന്ദ്രമോദിയാണ് പറയുന്നത്? വിവാഹിതനായ നരേന്ദ്രമോദിയാണ് പറയുന്നത്. വിവാഹിതനായ നരേന്ദ്രമോദിയുടെ ഭാര്യ യശോദാബൻ എവിടെ? മരിച്ചുപോയോ? അതോ ഡിവോഴ്സായോ? വിവാഹബന്ധം വേർപ്പെടുത്തിയോ? അതോ ഈ യശോദാബൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പമാണോ ജീവിക്കുന്നത്? ആണോ? ഒന്നുമല്ല. ആ യശോദാബൻ എവിടെ എന്ന് പറഞ്ഞാൽ, താൻ വിവാഹം ചെയ്ത
തൻ്റെ ഭാര്യയായ സ്ത്രീയോട് ഒരല്പം ബഹുമാനം, ഒരിറ്റ് സ്നേഹം, ഒരിറ്റ് ദയ, ഒരിറ്റ് കാരുണ്യം ഇതൊന്നും കൊണ്ടു നടക്കാനോ ഇതൊന്നും ഈ ഉത്തരവാദിത്വങ്ങളൊന്നും നിറവേറ്റാനോ കഴിയാത്ത ഒരു പോങ്ങൻ ഭർത്താവ്, ഒരു കഴിവുകെട്ട ഭർത്താവ്, ഒരു നട്ടലില്ലാത്ത ഭർത്താവ്, ഒരു ഒന്നിനും കൊള്ളാത്ത ഭർത്താവ്, ആ ഭർത്താവ് ലോകത്തുള്ള ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യങ്ങളിൽ വലിയ ആശങ്കാകുലരാണ്. എന്നാൽ ഇയാളുടെ തന്നെ പാർട്ടിയുടെ MP ആയിരുന്ന, നേതാവായിരുന്ന, ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷണെതിരെ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡലുകൾ വരെ നേടിയെടുത്ത കായിക താരങ്ങൾ, വനിതാ കായിക താരങ്ങൾ, എന്തിനാ വനിത എന്ന് പറയുന്നത്, അവിടെ വരെ എത്തിയിട്ടില്ല പെൺകുട്ടികൾ പീഡന പരാതികൾ ഉയർത്തിയപ്പോ അത് കേൾക്കാൻ നരേന്ദ്രമോദിയുടെ കാതുകൾക്ക് കേൾവി ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെവി കേൾക്കാത്ത പൊട്ടനായിരുന്നു അന്ന്. ആ നരേന്ദ്രമോദിയാണ് പാലക്കാട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ അന്തസ്സാ. നരേന്ദ്രമോദി ഈ പറയുന്ന ബ്രിജ്ഭൂഷണെതിരെയോ അല്ലെങ്കിൽ ഈ മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ ഗുജറാത്തിലെ ബിൽക്കീസ് ബാനുവിനെതിരെയോ നടന്ന അക്രമങ്ങളെ ഇതൊന്നും നരേന്ദ്രമോദി പറയൂല. നരേന്ദ്രമോദി എവിടെ നിന്ന് പറയാനാ? നരേന്ദ്രമോദി രാജ്യത്ത് ഒരു രാഷ്ട്രീയ നേതാവായി ചുവട് വെച്ച് തുടങ്ങുന്നത് തന്നെ ഗുജറാത്തിലെ പാവങ്ങളായിട്ടുള്ള, അബലകളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള സ്ത്രീകളുടെ മാനവും ജീവനും പിടിച്ചു പറിച്ചിട്ടാണ്. അല്ലേ? ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവ്, അതിൻ്റെ എല്ലാം അനുഭവിച്ച വ്യക്തി നരേന്ദ്രമോദിയാ. ആ കലാപം ഉണ്ടാക്കിയത് തന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദിക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലേ? അപ്പോൾ ആ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തുപോകും. ആ ഒരു ഗർഭിണിയായ ആ ഒരു യുവതി, ആ യുവതിയുടെ വയറ്റിൽ ഉദരത്തിലുണ്ടായിരുന്ന, പൂർണ്ണ ഗർഭിണിയായ ആ യുവതിയുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ്, ആ ഒരു യുവതി, ആ ഒരു സ്ത്രീയോട് പോലും ഒരിറ്റ് കരുണ കാണിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി എന്തല്ലേ. നിങ്ങളിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും മാതൃകാ പുരുഷൻ, ഏറ്റവും ഉത്തമനായ പുരുഷൻ, ഏറ്റവും നന്മ നിറഞ്ഞ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ വീട്ടുകാരിയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്നുള്ള ഒരു വാചകമാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. അല്ലേ? സ്വന്തം ഭാര്യയോട് മാന്യത പോയിട്ട്, ഒരു മര്യാദ പോയിട്ട്, ഒരിറ്റ് സ്നേഹം, ഒരിറ്റ് ദയ, ഒരിറ്റ് കാരുണ്യം, ഒരിറ്റ് ബഹുമാനം അത് കാണിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീ എന്ന വാക്കുച്ചരിക്കാൻ എന്താണ് അർഹത? അതവിടെ പോട്ടെ, നമ്മൾ പാലക്കാട്ടേക്ക് തിരിച്ചെത്താം. അപ്പോൾ ആ പാലക്കാട് CJP മുന്നണി, CPM-ഉം BJP-യും കൂടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് കോൺഗ്രസിനെതിരെ, രമേശ് പിഷാരടിക്കെതിരെയാണ് മത്സരിക്കുന്നത്. രണ്ടുപേരുടെയും ആജന്മശത്രു, പൊതുശത്രു അത് കോൺഗ്രസ് ആണ്, അത് രമേശ് പിഷാരടിയാണ്. പക്ഷേ സ്വപ്നം കാണുന്നവർക്കൊക്കെ സ്വപ്നം കാണാം, കണ്ടോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്, എസ്പെഷ്യലി രമേശ് പിഷാരടി പാലക്കാട്ട് എത്തിയതോടുകൂടി അത് മാറി മറിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, പാലക്കാട് അത് തൻ്റെ മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ തട്ടകമാണ് എന്നുള്ള വാശിക്ക് ആ പാലക്കാട്ട് ഷാഫി നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ വളരെ വളരെ സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഖാക്കളോടും സംഘികളോടൊക്കെ പറയാനുള്ളത്, നരേന്ദ്രമോദിയല്ല, പിണറായി വിജയനല്ല, ഇനി ഇവരുടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വന്ന് പാലക്കാട്ട് ഇറങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് തെറ്റി. ആ തെറ്റ് ഏപ്രിൽ 9 ജനം വിധി എഴുതും, മെയ് 4 അതിൻ്റെ റിസൾട്ട് വരും. ഞാൻ പറഞ്ഞു വരുന്നത്, രമേശ് പിഷാരടി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം
രമേശ് പിഷാരടി പാലക്കാട്ട് എത്തിയ രമേശ് പിഷാരടി പാലക്കാട്ട് എത്തുന്നതിന് മുമ്പ് എത്തിയതിന് ശേഷം ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് ഞാനതിനെ മാറ്റുകയാണ്. പാലക്കാട്ട് എത്തിയ രമേശ് പിഷാരടി, പാലക്കാട്ട് കാലുകുത്തിയ രമേശ് പിഷാരടി, പാലക്കാട് വന്നിറങ്ങിയ രമേശ് പിഷാരടി, എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്കലി എല്ലാ അർത്ഥത്തിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് രമേശ് പിഷാരടി എന്നുള്ളത് പാലക്കാട്ടെ ജനം ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. അത് രമേശ് പിഷാരടിയുടെ കഴിഞ്ഞ ദിവസത്തെ പല പ്രതികരണങ്ങൾ, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ മറുപടിയുമായിട്ട് എത്തിയ രമേശ് പിഷാരടി വളരെ കൃത്യമായി ഒരു പക്വതയുള്ള, വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വത അയാൾ കാണിച്ചു. അത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതൊക്കെ മുന്നണി ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്താലും പാലക്കാടിൻ്റെ മണ്ണിൽ മെയ് 4 വോട്ടുകൾ എണ്ണുമ്പോൾ അവിടെ ത്രിവർണ പതാകയും UDFിൻ്റെ പ്രവർത്തകരും ആനന്ദ നൃത്തമാടുമെന്നുള്ള കാര്യത്തിൽ ഒരുത്തനും ഒരു തർക്കവും വേണ്ട.